ഹായ് ഗായ്സ്, ഞാൻ അലൻ MTPL വന്നല്ലോ. ഏറെ കാലങ്ങൾക്ക് ശേഷം നമ്മുടെ ഷാജി പാപ്പൻ വീണ്ടും കളത്തിലിറങ്ങാൻ വേണ്ടി പോവാണ്. നമ്മുടെ ജയസൂര്യയുടെ കരിയറിലെ തന്നെ ഒരു തുറുപ്പ് ചീട്ടെന്ന് പറയുന്ന സംഭവമാണ് ഈ പറയുന്ന ഷാജി പാപ്പൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ. ഇപ്പൊ നമ്മുടെ സത്യരാജിനെ പറ്റി നമ്മൾ പറയും കട്ടപ്പ എന്ന് പറയുന്ന ഒരു റോള്. അദ്ദേഹത്തിന് ഇപ്പം എവിടെയെങ്കിലും ഒക്കെ ചെന്നിട്ട് അതിന് കട്ടപ്പ, ഇനിയിപ്പോ ഇദ്ദേഹത്തിന് പേരറിയത്തില്ലാത്ത ആൾക്കാർ ഒരു കൊച്ചു പിള്ളേർ ഒരു കട്ടപ്പ എന്ന് വിളിക്കും. ആ ഒരു ലെവലിലായി പോയി അതിന്റെ ആ ഒരു വൈബായി പോയി ആ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ തന്നെയാണ് ഈ ഷാജി പാപ്പൻ എന്ന് പറഞ്ഞ ക്യാരക്ടറും. ജയസൂര്യയുടെ കരിയറിലെ തന്നെ ഇത്രയും കാലം ജയസൂര്യ ഈ ഫിലിംസിൽ വർക്ക് ചെയ്തിട്ടും ഫിലിം ഇൻഡസ്ട്രിയിൽ ഉണ്ടായിട്ടും പറയാൻ പറ്റുന്ന ഇതുപോലൊരു റോൾ ഇത് ആദ്യമായിട്ടാണ് ഉണ്ടാകുന്നത് എനിക്ക് തോന്നുന്നത്. കാര്യം പക്കയായിട്ട് ഷാജി പാപ്പൻ എന്ന് പറഞ്ഞാൽ ഏതൊരാൾക്കും അദ്ദേഹത്തിന്റെ ആ ഒരു മോഹം അല്ലാതെ മറ്റൊരു മോഹം നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റില്ല. പിന്നെ ഇതിനകത്ത് ഒരുപാട് ആളുകളുണ്ട്. ഇപ്പം ട്രെയിലറൊക്കെ വന്നു. ഇതിനകത്ത് കുറച്ചും കൂടെ ഇവർ കുറച്ചും കൂടെ പഴയ കാലത്തിലേക്കൊക്കെ പോകുന്നുണ്ട് എന്നാണ് ഈ ട്രെയിലറൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. വിനായകന്റെ ഒക്കെ ലുക്ക് ആണെങ്കിലും നമുക്ക് ആ ഒരു ആംബിയൻസ് ആണ് നമുക്ക് തരുന്നത്. പിന്നെ കുറെ കാലങ്ങൾക്ക് ശേഷം ധർമ്മജൻ ഒരു സജീവമായിട്ടുള്ള ഒരു പടത്തിൽ വരിക എന്നൊക്കെ പറയുന്നത്. കാര്യം ആട് വണ്ണിലും സെക്കൻഡിലും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഈ ആട് ഫസ്റ്റ് സെക്കൻഡ് പാർട്ടിലൊക്കെ ഉണ്ടായിരുന്ന ഈ ക്രൂ ഉണ്ടല്ലോ, ഈ ക്രൂവിനെ മാറ്റാൻ പറ്റില്ലല്ലോ. അപ്പൊ അവർക്കും ഒരു അവസരം കിട്ടുകയാണ്. അവരും ഒരു മെയിൻ ലൈം ലൈറ്റിലേക്ക് വരാനുള്ള ഒരു ചാൻസ് ആണ് ഈ പറയുന്ന ഇതുപോലുള്ള ഒരു ഗ്രൂപ്പ് മൂവീസ്, അല്ലെങ്കിൽ ഇതുപോലെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഒക്കെ ഇൻക്ലൂഡ് ആവുന്ന ഒരു മൂവീസ് വരുമ്പോൾ. ഇപ്പം വിനായകന്റെ കാര്യം പറയുകയാണെങ്കിൽ വിനായകൻ കഴിഞ്ഞ ഇടയ്ക്ക് തന്നെ മമ്മൂട്ടിയുടെ കൂടെയൊക്കെ എന്താ പറയാ അതുപോലുള്ള പടങ്ങളൊക്കെ അഭിനയിച്ച് വിനായകൻ അത്യാവശ്യം ഹൈ ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷെ ബാക്കിയുള്ള ആക്ടേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, ഇപ്പൊ ധർമ്മജനെ പോലുള്ള ആളുകളൊക്കെ അവർക്കൊക്കെ ഒരു സ്റ്റെപ്പ് സ്റ്റോൺ ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ പടങ്ങൾ. ജയസൂര്യയുടെ കരിയറിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു നോക്കിയിരിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരുപാട് പ്രതീക്ഷകൾ കൊടുക്കുന്ന ഒരു പടം തന്നെയായിരിക്കും ആട് 3 എന്ന് പറയുന്നത്. കാര്യം ഇതിന്റെ ഒരു കളക്ഷൻ റിപ്പോർട്ടൊക്കെ എങ്ങനെയാവും, അല്ലെങ്കിൽ എന്തൊക്കെയാവും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഫസ്റ്റ് ഡേ, സെക്കൻഡ് ഡേ, തേർഡ് ഡേ ഒക്കെ നല്ല കളക്ഷൻ ആയിരിക്കും. കാര്യം ആ ഒരു റിവ്യൂ ഔട്ട് ആവുമല്ലോ, റിവ്യൂ ഔട്ടായ ആളുകളിലേക്ക് എത്തിപ്പെടാനുള്ള സമയമുണ്ടല്ലോ. അപ്പോൾ ഒരു ഫസ്റ്റ് ഡേ, സെക്കൻഡ് ഡേ ഒക്കെ നല്ല കളക്ഷൻ ആയിരിക്കും. പിന്നെ റിവ്യൂ നന്നായിട്ട് വരുവാണെങ്കിൽ നല്ല പടമാണ് എന്ന് പറയും. ഇപ്പൊ ഫസ്റ്റ് ആട് സെക്കൻഡ് ഒക്കെ നല്ലതായിരുന്നു, അതുകൊണ്ട് ആട് 3 എന്തുപോലും പോയി അവരെ സഹായിച്ചേക്കാം കണ്ടേക്കാം എന്നോർത്തൊന്നും ആരും പോയി കാണില്ല. പടം നന്നായാലേ ആളുകൾ പോയി കാണത്തുള്ളൂ. പണ്ടത്തെ ആ ഒരു സെറ്റപ്പ്, ആ ഒരു സിസ്റ്റമേ നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്ന് മാറിയല്ലോ. അപ്പോഴത്തേക്കും നല്ല പടമാണെങ്കിൽ എന്തുപോലും ആളുകൾ പോയി കാണും. മോശം റിവ്യൂ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു ഡിപ്പ് മൂവ്മെന്റ് ഇതിനുണ്ടാവും. പിന്നെ ഇത് എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി ഇവർ പണിയെടുത്തിട്ടുണ്ട് ഈ ഒരു കാര്യത്തിൽ. ഇതിന്റെ DOP ഒക്കെ ആണെങ്കിൽ ഇതിന്റെ പുറകിലുള്ള പരിപാടികളൊക്കെ നല്ല മിന്നിച്ചാണ് ചെയ്തിരിക്കുന്നത്. കാര്യം ആട് സെക്കൻഡ് പാർട്ട് അത്ര ഒരു ഹിറ്റ് ആയിരുന്നത് കൊണ്ട് ആട് 3 അവർക്ക് അത്രയും പ്രതീക്ഷ വെക്കാൻ പറ്റുന്ന ഒരു പടം തന്നെയാണ്. അതുകൊണ്ട് അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ അതുപോലെ ഒരു പണിയെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഒരു പരാജയ ചിത്രമൊന്നും ആയി പോവില്ല, വിജയിക്കും ഉറപ്പായിട്ടും. ഒരു ഹിറ്റ് ചാൻസ്, ഒരു 80% ഒക്കെ ഇതിനൊരു ഹിറ്റ് ചാൻസ് ഉണ്ട് ഈ പറയുന്ന പടത്തിന്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ജയസൂര്യക്ക് ഒരു തുറപ്പ് ചീട്ടാണ്. ഒരു നോക്കിയിരിക്കാൻ പറ്റുന്ന നല്ലൊരു, എന്താ പറയാ, ഒരു നല്ലൊരു ബ്ലാസ്റ്റ് ഇൻഡസ്ട്രി കൊടുക്കാൻ പറ്റുന്ന ഒരു പടം തന്നെയാണ് ഈ ആട് 3 എന്ന് പറയുന്നത്. പിന്നെ ഈ ഷാജി പാപ്പൻ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ നമ്മൾ എന്തുകൊണ്ടാണ് ഈ മലയാളികൾ ഇത്രയും അധികം ഏറ്റെടുത്തത്, അല്ലെങ്കിൽ നമുക്ക് എന്തുകൊണ്ടാണ് ഒരു സാധാരണക്കാർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതൊരു സാധാരണക്കാരന്റെ ഒരു പ്രതിനിധിയാണ് ഈ പറയുന്ന ഷാജി പാപ്പൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ എന്ത് ചെയ്താലും പെട്ടെന്നൊന്നും സക്സസ് ആവില്ല, പൈസയുടെ ബുദ്ധിമുട്ട്, പിന്നെ പിന്നെ നമ്മൾ ഈ പറയുന്ന നടുവേദന, ഇതുപോലുള്ള എല്ലാ മനുഷ്യർക്കും ഉണ്ടാവുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതേ കാര്യങ്ങൾ നമ്മളെ ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, വടം വലിക്ക് പോകുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ വലിയ വിഷയങ്ങളാക്കി, അതായത് പൊട്ടത്തരം കൊണ്ട് വലിയ വിഷയങ്ങളാക്കി മാറ്റുന്ന ഒരു 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 ചബ്ബി ചാമാണ് ഈ പറയുന്ന ഷാജി പാപ്പൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് എല്ലാ ആളുകൾക്കും ഈ ഷാജി പാപ്പനെ ഇതുപോലുള്ള സ്നേഹം, അദ്ദേഹത്തോടുള്ള ഇഷ്ടം ഒക്കെ നമുക്ക് ആ ഒരു ക്യാരക്ടറിനോടുള്ള ഇഷ്ടമൊക്കെ നമുക്ക് തോന്നുന്നത്. പിന്നെ കോസ്റ്റ്യൂം വൈസ് ഒക്കെ ആണെങ്കിലും ഷാജി പാപ്പനെ എന്ന് ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു കോസ്റ്റ്യൂം വൈസ് ആണല്ലോ. മനസ്സിൽ ഓർക്കുമ്പോൾ തന്നെ ഈ ഒരു കോസ്റ്റ്യൂമിലായിരിക്കും ജയസൂര്യൻ നടന്നിങ്ങനെ വരുന്നത്. അതുകൊണ്ട് അതൊക്കെ അവർ നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട് ആ ഒരു കാര്യത്തിൽ. അതിപ്പോൾ ആട് ഫസ്റ്റ് ആണെങ്കിൽ ആട് സെക്കൻഡ് പാർട്ടാണെങ്കിലും. പിന്നെ കുറച്ച് പേർക്ക് മാമുക്കോയ പോലുള്ള ലെജൻഡറി ആക്ടേഴ്സ് ഒക്കെ കുറച്ച് പേരുടെയൊക്കെ മിസ്സിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ ഈ പടത്തിൽ, ഈ തേർഡ് പാർട്ടിലേക്ക്. കാര്യം കുറെ വർഷമായല്ലോ, ആട് സെക്കൻഡ് ഇറങ്ങിയിട്ട് ഇപ്പം കുറെ വർഷമായല്ലോ. അപ്പോഴത്തേക്ക് അതിൻ്റെതായ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് നഷ്ടപ്പെട്ടു പോയ കുറെ ആളുകൾ ഇതിനകത്തുനിന്ന്, ഇതിന്റെ മെയിൻ സ്ട്രീം മാത്രമല്ല, ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ആണെങ്കിലും ഇതിന്റെ ബിഹൈൻഡ് ദ ക്യാമറ ഒക്കെ ആണെങ്കിലും ഒരുപാട് സെക്കൻഡ് പാർട്ടിലും ഫസ്റ്റ് പാർട്ടിലൊന്നും വർക്ക് ചെയ്ത കുറെ ആളുകൾ മിസ്സായിട്ടുണ്ടാവാം. അത് നമുക്കറിയാൻ പറ്റില്ല. പക്ഷെ മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന നമുക്ക് പോലുള്ള ലെജൻസ് കുറച്ച് പേര് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റില്ല. അത് ഒരു നഷ്ടം തന്നെയാണ്. ഇപ്പോൾ വരുന്ന 19-ാം തീയതി നമുക്ക് എന്താവും നമ്മുടെ ഷാജി പാപ്പന്റെ അവസ്ഥ എന്ന് നമുക്ക് കാണാം. എൻ്റെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഒരു 90% ഇതൊരു ഹിറ്റ് ചാൻസ് ഉള്ള ഒരു പടം തന്നെയാണ് ഈ പറയുന്ന ആട് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് അത് കഴിയുമ്പോഴത്തേനും, പടം ഇറങ്ങി കഴിയുമ്പോഴത്തേനും നമുക്ക് റിവ്യൂ ആയിട്ടും വരാം. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.